രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടരുകയാണ്. വൈവിധ്യമാർന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് മേള. റിപ്പോർട്ട് കാണാം. ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ പ്രധാന ആകർഷണം സർക്കാർ പദ്ധതികളും പ്രവർത്തനങ്ങളും അതോടൊപ്പം നേട്ടങ്ങളെല്ലാം വിവരിക്കുന്ന 151 സ്റ്റാളുകളാണ്. അതോടൊപ്പം 100 വിപണന സ്റ്റാളുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ വിശദമായി തന്നെ കാണാം. മൺപാത്രവും മൺപാത്ര നിർമ്മാണവുമെല്ലാം കേരളത്തിൻ്റെ പരമ്പരാഗതമായ സുന്ദരമായ കാഴ്ചകളാണ്. നമുക്ക് ടൂറിസം വകുപ്പിൻ്റെ സ്റ്റാളിലെത്തിയാൽ ആ കാഴ്ചകൾ ഇവിടെ കാണാം. അത് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പണ്ടുകാലത്ത് ഈ കൃഷിക്ക് വെള്ളം നനയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന രീതികളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലത്ത് സുന്ദരമായ കാഴ്ചകളായിരുന്നു. ആ കാഴ്ചകളൊക്കെയാണ് ടൂറിസം വകുപ്പിൻ്റെ ഈ സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നത്. ഇടുക്കി ഡാമും അതിൻ്റെ ഭാഗമായുള്ള പവർ ഹൗസും പൊതുജനങ്ങൾക്ക് നിയന്ത്രണമുള്ള മേഖലകളാണ്. അവിടെ പൂർണ്ണമായി എത്തി നമുക്ക് കാഴ്ചകൾ കാണാൻ ആ പൊതുജനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. പക്ഷേ KSEBയുടെ ഈ സ്റ്റാളിലെത്തിയാൽ ഇടുക്കി ഡാമിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അറിയാം. അത് നമുക്ക് 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതും 3D ഫീലിൽ കാണാൻ കഴിയും. അത് കണ്ടാൽ അത് നമ്മൾ നേരിട്ട് ആ ഡാമിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും എത്തിയ ഒരു ഫീലാണുള്ളത്. എന്തായാലും അത് കാണുന്നവരെ സംബന്ധിച്ച്, ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്. ആ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഉയരം അറിയാം. ആ ഉയരത്തിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ നേരിട്ട് പോയി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിയാവും. നമുക്ക് വീഴുന്ന ഒരു ഫീലിംഗ് വരുമല്ലോ. ഈ വിർച്വൽ റിയാലിറ്റിയുടെ ഇത് വെച്ചിട്ട് നമ്മൾ കാണുമ്പം ശരിക്കും അതേ ഫീലിംഗ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്ന ആൾക്കാരൊക്കെ കസര മുറുക്കി പിടിച്ചായിരിക്കും ആ ഒരു സീൻ കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ബോട്ട് സവാരി ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ആ ബോട്ടിൽ പോകുന്ന അതേ ഫീലിംഗ് തന്നെ ആയിരിക്കും. പിന്നെ പവർ ഹൗസിന് ഉള്ളിൽ തന്നെ പൊതുജനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. അവിടെയൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ജീവിതത്തിലെ സുവർണാവസരമാണ്. അപ്പോൾ ഇത് എല്ലാ പൊതുജനങ്ങളും അത് പ്രയോജനപ്പെടുത്തണം. സർക്കാരിൻ്റെ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, സേവനങ്ങളെല്ലാം വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കാണാനെത്തുന്നവർക്ക് കൗതുകം നൽകുന്ന നിരവധി കാഴ്ചകളും ഈ സ്റ്റാളുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സ്മെല്ല് ആരുടേതാണോ അയാളുടെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ണൂർ ജില്ലയിൽ കിഫ്ബി ഫണ്ടിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ വിവരങ്ങളെല്ലാം വിശദമായി പ്രദർശിപ്പിക്കുകയാണ് ഈ കിഫ്ബിയുടെ സ്റ്റാളിൽ. ഇവിടെ കാണാനെത്തുന്നവർക്ക് കിഫ്ബി പദ്ധതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുക, വിശദാംശങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ചരിത്ര പ്രാധാന്യമുള്ള പല രേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ 1976 ജയിലിൽ നിന്നും പരോളിനായി അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷയാണ്, അതിൻ്റെ രേഖയാണ് ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ AKGയുടെ ജയിൽ പ്രവേശന വിവരങ്ങൾ, അതിൻ്റെ ഒരു രേഖ കൂടി നമുക്ക് ഈ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചതായി കാണാം. വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകൾക്ക് പുറമെ 100 വിപണന സ്റ്റാളുകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ തന്നെ വിവിധ സഹകരണ സംഘങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, കൂട്ടായ്മകളൊക്കെ ഒരുക്കിയിട്ടുള്ള അവരുടെ സാധനങ്ങൾ ഇവിടെ വിൽപ്പനക്കായി എത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഫുഡ് കോർട്ടിലെ രുചി വൈവിധ്യവും മേളയുടെ ആകർഷണമാണ്. അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ
കലാപരിപാടികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കിയിട്ടുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ.